നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഫാഷൻ ടെർമിനോളജി. ടെർമിനോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, മീനിങ് എന്താണ്? ഫാഷനുമായിട്ട് റിലേറ്റഡ് ചെയ്തിരിക്കുന്ന ടേംസ്. ഏതൊക്കെ ടേംസാണ് നമ്മൾ ഫാഷൻ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫാഷൻ വേൾഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് നമ്മളിവിടെ പറയുന്നത് സിലൗട്ട്. സിലൗട്ട് എന്തായിരുന്നു? നമ്മൾ എന്തിൻ്റെങ്കിലും ഒരു ഫിസിക്കൽ ഷേപ്പ് അല്ലെ അതിൻ്റെ ഔട്ട്ലൈനെയാണ് നമ്മൾ സിലൗട്ട് എന്ന് പറയുന്നത്. നമുക്കിപ്പം ഗാർമെൻറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് സിലൗട്ട്സ് ഉണ്ട്. മെർമെയ്ഡ്, അവർ ഗ്ലാസ്, എ ലൈന്, പിന്നെ എന്തൊക്കെയായിരുന്നു, എംപയർ. അപ്പം ഒരുപാട് ഔട്ട്ലൈൻ ഷേപ്സ് ആണത് അല്ലേ, അതിനെയാണ് നമ്മൾ സിലൗട്ട്സ് എന്ന് പറയുക. അടുത്തത് ഡിസൈൻ. നമ്മളിവിടെ ചോദിക്കുക ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവും, വ്യാഖ്യാനങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് എ ഗാർമെൻറ്റ് ഓഫ് ദ സെയിം സ്റ്റൈൽ. ഏതെങ്കിലും ഒരു ഗാർമെൻറ്റിനെ കുറിച്ച് ഓരോ ഇൻഡിവിജ്വലിനുമുള്ള വ്യാഖ്യാനം, അതിനെയാണ് നമ്മൾ ഡിസൈൻ എന്ന് പറയുക. ചിലപ്പം നമ്മളിപ്പോൾ ഒരാൾ പറയുന്നത് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വർക്കുകളാവാം, അല്ലെങ്കിൽ വേറൊരാൾ അതിൻ്റെ ഒരു സ്റ്റൈലിനെ ആവും പറയുന്നത് ചിലപ്പം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുമല്ലോ നമ്മൾ അതിനെപ്പറ്റി. നമുക്ക് ഉള്ള ഒരു വ്യാഖ്യാനം, അതാണ് അതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ. അടുത്ത ടെർമിനോളജിയിൽ വരുന്നത് സ്റ്റൈൽ. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം കുറേ ഒരേ ടൈപ്പ് ഗാർമെൻറ്റ്, അതായത് ഇപ്പം നമ്മളിപ്പം കുർത്ത ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സവ സ്യൂട്ടാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ തന്നെ ഓരോ ഗാർമെൻറ്റും വ്യത്യാസമാണ് അല്ലേ. ഓരോന്നും ചിലപ്പോൾ കുർത്തകളിൽ ഷോർട്ട് ലെങ്ത് ഉണ്ടാവും, നീ ലെങ്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ആങ്കിൾ ലെങ്ത് വരെ ഉള്ളതുണ്ടാവും കുർത്തി അല്ലേ. പിന്നെ അല്ലെങ്കിലോ നമ്മളിപ്പം മിഡ് കാഫ് വരും, പിന്നെ കാഫ് ലെങ്ത് അറിയാലോ, മുട്ട് കഴിഞ്ഞിട്ട് താഴേക്ക് വരുന്നത് ഒരു അതിന് നമ്മൾ കാഫ് ലെങ്ത് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഓരോ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതാണ് എന്ത് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് ഒരേ ടൈപ്പ് പ്രോഡക്റ്റിൽ നിന്ന് പിന്നെ ഒരു പ്രൊഡക്റ്റിന് എന്താണോ വ്യത്യസ്തമാക്കുന്നത് അതിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുക. ഒരേ ടൈപ്പ് പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷേ അതിൽ നിന്ന് മറ്റേതിനെ എന്തോ വ്യത്യസ്തമാക്കുന്ന ആ ഒരു ഘടകത്തിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുക. ചിലപ്പോൾ സ്ലീവിലാവാം അല്ലേ, ഗാർമെൻറ്റൊക്കെ ഒരേപോലെ ആയിരിക്കും, പക്ഷേ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ചിലപ്പോൾ സ്ലീവിലാവാം അല്ലെ കോളറിലാവാം. അപ്പോൾ അതാണ് നമ്മളതിനെ സ്റ്റൈൽ എന്ന് പറയുക. അതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്ന അതാണ്. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ട്രെൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു, ഫാഷൻ സൈക്കിളൊക്കെ പഠിച്ചപ്പം ട്രെൻഡ് നമ്മൾ പഠിച്ചു അല്ലേ. ഡയറക്ഷൻ ഇൻ വിച്ച് ഫാഷൻ ഈസ് മൂവിങ്. ഫാഷൻ മൂവ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രെൻഡ് എന്ന് പറയാം. പിന്നെ നമ്മൾ പഠിച്ചു ഫാഡ്. ഫാഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫാഷൻ ആയിക്കോട്ടെ, അതൊരു എന്താ പറയുക, ഷോർട്ട് ടേമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വന്നു പെട്ടെന്നൊരു ചെറിയൊരു കാലയളവിൽ കഴിഞ്ഞ് അതങ്ങ് അപ്രത്യക്ഷമാവും. അതായത് പിന്നെ ആ ഫാഷൻ നിൽക്കുന്നില്ല, അതിനെയാണ് നമ്മൾ ഫാഡ് എന്ന് പറയുക. ഷോർട്ട് ലിവ്ഡ് ഫാഷനെയാണ് നമ്മൾ ഫാഡ് എന്ന് പറയുക. ഇമ്പോർട്ടൻ്റ് ആണ്, വൺ വേർഡിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ടേം എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് അല്ല ഇവിടെ കേട്ടോ. നമ്മൾ ചിലപ്പോൾ പറയും നമ്മളെ ടേസ്റ്റ് ഇങ്ങനെയാണ്, അല്ലെ നമുക്ക് ഇന്ന കളറിനോടാണ് താല്പര്യം എന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പോൾ അതാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് സബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റ്. നമ്മളിപ്പം എന്താണോ നമ്മൾ അപ്രോപ്രിയേറ്റ് ആണെന്ന് വിചാരിക്കുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, നമ്മൾ ടേസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത ടേസ്റ്റ് അല്ല കേട്ടോ. പിന്നെ ഉള്ളത് ആക്സസറീസ്. ആക്സസറീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആക്സസറി എന്താ? ആക്സസറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർമെൻറ്റിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ ആക്സസറി ആണ് അല്ലേ. അതായത് ഷൂസ്, ബാഗ്, ബെൽറ്റ്, ഗ്ലൗസ്, ജ്വല്ലറി, പിന്നെ എന്തൊക്കെയാണ്, ക്യാപ്പ്, ഹാറ്റ്, പിന്നെ നമ്മൾ വാച്ചസ്, ഇതൊക്കെ നമ്മൾ ആക്സസറി ആണ്. അപ്പം എല്ലാ ആർട്ടിക്കിൾസും റേഞ്ചിങ് ഫ്രം ഇത് മുതൽ, അതായത് ഷൂസ്, ബാഗ്സ് മുതൽ നമ്മൾ ഗാർമെൻറ്റിൻ്റെ അപ്പിയറൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് പറയും, ആക്സസറീസ് എന്ന് പറയും. ആക്സസറൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതായത് ഗാർമെൻറ്റിൻ്റെ കൂടെ ഇത് ആക്സസറി ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുക ആക്സസറൈസിങ്. പ്രോസസ്സാണല്ലോ.
അടുത്തത് അപ്പാരൽ. അപ്പാരൽ എന്ന് സാധാരണ നമ്മൾ പറയുന്ന അല്ലേ, അപ്പാരൽ അതൊരു എപ്പോഴും നമ്മളൊരു കേൾക്കുന്ന വേർഡ്. അപ്പാരൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലോത്തിങ് ആണ്. അത് മെൻസിൻ്റെ ആവാം, വിമൻസിൻ്റെ ആവാം, അല്ലെങ്കിൽ ചിൽഡ്രൻ്റെ ആവാം അല്ലേ. മെൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ ക്ലോത്തിങ്ങിനെയാണ് നമ്മൾ അപ്പാരൽ എന്ന് പറയുക. പൊതുവായിട്ട് പറയുന്ന പേര് അപ്പാരൽ. ചിലപ്പോൾ അത് നിങ്ങൾ വേറെ വേർഡ്സും കേട്ടിട്ടുണ്ട്. അപ്പാരൽ അല്ലാണ്ട് ഗാർമെൻ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ അത് നമ്മൾ ക്ലോത്തിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് അപ്പാരൽ. ബൊട്ടിക്. ബൊട്ടിക് എന്ന് പറഞ്ഞതും നമ്മൾ ഇപ്പം സാധാരണയായിട്ട് കേൾക്കുന്നൊരു വേർഡാണ് ബൊട്ടിക്. ബൊട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ഫ്രഞ്ച് ടേമാണ് അല്ലേ. ബൊട്ടിക് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ടേമാണ്. അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഒരു ഫ്രീ സ്റ്റാൻഡിങ് ഷോപ്പാണ്. അതായത് കസ്റ്റമറിൻ്റെ സ്പെഷ്യൽ ഡിമാൻഡിനനുസരിച്ച് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ബൊട്ടിക് എന്ന് പറയുക. അതായത് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് അവിടെ ഗാർമെൻറ്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. അല്ലാതെ ബൾക്കായിട്ട് നമ്മൾ ചെയ്തിട്ട് വിൽക്കില്ല അവിടെ. ബൊട്ടിക് എന്ന് പറയുന്നത് ഓരോ കസ്റ്റമേഴ്സിനും എങ്ങനെയാണ് അവരുടെ ഇൻട്രസ്റ്റ് അതിനനുസരിച്ച് ചെയ്തു കൊടുക്കും. അതാണ് ബൊട്ടിക്. പിന്നെ ക്ലാസിക്. ക്ലാസിക് നമ്മൾ പഠിച്ചൊരു വേർഡാണ് അല്ലേ. ക്ലാസിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഏതെങ്കിലും ഒരു ഫാഷന് ഒരുപാട് കാലം നിൽക്കുന്നതാണ് ക്ലാസിക് എന്ന് പറയുക. ക്ലാസിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്, ഫാഡ്. ഒരു ചെറിയ കാലയളവിൽ നിൽക്കുന്ന ഷോർട്ട് ലിവ്ഡ് ഫാഷൻ ഫാഡാണ്. പിന്നെ ഫാഷൻ വിച്ച് കണ്ടിന്യൂസ് ഫോർ എ ലോങ് പീരീഡ് ആണെങ്കിൽ ക്ലാസിക്. ഓക്കെ, മാറിപ്പോരുത്, വൺ വേർഡിൽ ചോദിക്കാം. കസ്റ്റം മെയ്ഡ്. കസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ അല്ലേ. അപ്പം എന്തെങ്കിലും ഒരു അപ്പാരൽ ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ കസ്റ്റം മെയ്ഡ്. ഓക്കെ, അടുത്തത് ഫാഷൻ സൈക്കിൾ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ. ഫാഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു ചക്രമാണ് അല്ലേ, അതായത് സൈക്കിളാണ്. അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ഒരു ഫാഷൻ്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ. അത്രയും സ്റ്റേജസ് ആണെന്ത് ഫാഷൻ സൈക്കിളിൽ വരുന്നത്. അടുത്തത് ഹോർട്ടികൾച്ചർ. ഇമ്പോർട്ടൻ്റ് ആണ് ഹോർട്ടികൾച്ചർ. വൺ വേർഡിൽ നിങ്ങൾക്ക് എപ്പോഴും നിമിയിലൊക്കെ ചോദിക്കുന്നതാണ്. ഇതും ഒരു ഫ്രഞ്ച് ടേമാണ്. അതായത് ഹൈ ഫാഷൻ ഹൗസിന് ഉപയോഗിക്കുന്ന ഒരു ഫ്രഞ്ച് ടേമാണ് ഹോർട്ടികൾച്ചർ. HAUTECOUTURE, ഹോർട്ടികൾച്ചർ ഒരു ഫ്രഞ്ച് ടേമാണ്. ഹൈ ഫാഷൻ ഹൗസിന് പറയുന്നൊരു പേരാണ് ഹോർട്ടികൾച്ചർ. അടുത്തത് നോക്ക് ഓഫ്. നോക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഒരു ഫാഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും ആ ഒരു ഡ്രസ്സ് ആ ഒരു ഫസ്റ്റ് ഇറങ്ങുന്ന ടൈമിൽ അല്ലേ. പിന്നെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ചെറിയൊരു പീരീഡ് കഴിയുമ്പോൾ എന്ത് പറ്റും, അതേ സംഭവം തന്നെ എന്താവും, ലോ കോസ്റ്റിൽ വരും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. കാരണം ഹൈ ക്വാളിറ്റിയിലുള്ള സാധനം അവരത് എന്ത് ചെയ്യും, അതിൻ്റെ കോപ്പി പോലെ ഇറക്കുന്നതാണ് എന്ത്, നോക്ക് ഓഫ്. ഏതെങ്കിലും ഒരു ഡിസൈൻ ഇറ്റ് ഈസ് ദ കോപ്പി ഓഫ് ദ ഹയർ ട്രെൻഡ്സ് ഓഫ് ഫാഷൻ. വലിയ ഫാഷനിൽ വരുന്ന ഒരെണ്ണത്തിൻ്റെ സാമ്പിളായിട്ട്, അതല്ല സാമ്പിളായിട്ടെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ റേറ്റ് കുറച്ചിട്ട് നമുക്ക് അവൈലബിൾ ആക്കുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലെ വരുന്നതാണ് എന്ത്, നോക്ക് ഓഫ്. അടുത്തതാണ് മാസ് പ്രൊഡക്ഷൻ. മാസ് മീഡിയ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക, ഒരുപാട് ബൾക്കായിട്ട് നമ്മൾ ചെയ്യുക. അതായത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ ക്വാണ്ടിറ്റി. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് മാസ് പ്രൊഡക്ഷൻ എന്ന് പറയാം. നമ്മളിപ്പം അറിയാമല്ലോ, നമ്മൾ സാധാരണ പറയുന്നതാണ് മാസ് പ്രൊഡക്ഷൻ. അടുത്തതാണ് പ്രെറ്റ് എ പോർട്ടർ. അതും ഒരു ഫ്രഞ്ച് ടേമാണ്. റെഡി ടു വെയർ അപ്പാരലിന് പറയുന്നതാണ് പ്രെറ്റ് എ പോർട്ടർ. റെഡി ടു വെയർ എന്ന് പറഞ്ഞാൽ എന്താ, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, അതിനെയാണ് നമ്മൾ റെഡി ടു വെയർ എന്ന് പറയുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രെറ്റ് എ പോർട്ടർ. PRETAPORTER, പ്രെറ്റ് എ പോർട്ടർ. ഒരു ഫ്രഞ്ച് ടേമാണ് കേട്ടോ. ഈ വേർഡ്സ് ചിലത് കേൾക്കുമ്പോൾ അറിയാം, അത് ഒരു ഇംഗ്ലീഷ് വേർഡ് അല്ല അല്ലേ. ഹോർട്ടികൾച്ചർ നേരത്തെ കണ്ടില്ലേ, അതൊരു ഫ്രഞ്ച് ടേമാണ്. അപ്പം പ്രെറ്റ് എ പോർട്ടർ എന്ന് പറഞ്ഞാൽ റെഡി ടു വെയർ അപ്പാരലിന് പറയുന്നൊരു പേരാണ്. ഓക്കെ, അടുത്തത് സാമ്പിൾ. സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ,
നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഒരു ഷാമ്പു ഇറങ്ങി, അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിളായിട്ട് ചെറിയൊരു സാഷെ കിട്ടും അല്ലേ. ആദ്യം അതായിരിക്കും നമുക്ക് ചിലപ്പോൾ അവൈലബിൾ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ്, ഒരു ഗാർമെൻറ്റിൻ്റെ മോഡൽ ചിലപ്പോൾ ഒറിജിനൽ ആവാം, അല്ല അതിൻ്റെ കോപ്പി ആവാം, അല്ല അതിൻ്റെ അഡാപ്റ്റേഷൻ ആവാം. അത് ഫാഷൻ ട്രേഡിൽ, അതായത് ഒരു ഷോയിൽ അവർ കാണിക്കുന്നതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയാം. അതിൻ്റെ പ്രൊഡക്ഷൻ ആയിരിക്കും ചിലപ്പോൾ അവർ ചെയ്യുന്നത്, അല്ല അതിൻ്റെ ഒരു മോഡലായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നത്. അതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പറയുന്നത് തന്നെ സാമ്പിൾ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടാക്കിയിട്ട് നമ്മൾ കാണിക്കും, നമ്മൾ സാമ്പിൾസ് കാണിക്കും അല്ലേ. എന്തിനാ അത്? നമ്മുടെ പ്രൊഡക്റ്റ് ഇതാ ഇതുപോലെ ഇരിക്കും, അത് അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാമ്പിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയാം. അടുത്തത് അക്രോമാറ്റിക് കളർ. അക്രോമാറ്റിക് കളർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ ബ്ലാക്കും വൈറ്റും കളേഴ്സ്, അതായത് നാച്ചുറൽ കളേഴ്സിനെയാണ് നമ്മൾ അക്രോമാറ്റിക് കളർ എന്ന് പറയുന്നത്. അടുത്തത് അസിമെട്രിക്. നമ്മൾ ബാലൻസിൽ പഠിച്ചിരുന്നു അല്ലേ, സിമെട്രിക് ആൻഡ് അസിമെട്രിക് ബാലൻസ്, ഫോമൽ ആൻഡ് ഇൻഫോമൽ ബാലൻസ്. അതിന് പറയുന്നതാണ് അസിമെട്രിക് എന്ന് പറയുന്നത്. അസിമെട്രിക്കൽ ബാലൻസ് അതെന്തായിരിക്കും? അൺബാലൻസ്ഡ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ഹാഫ് പോർഷൻ, ഏതിൻ്റെങ്കിലും ഒരു ഹാഫ് പോർഷൻ എടുത്താൽ അടുത്ത ഹാഫ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ലുക്ക് അലൈക്ക്, ഒരുപോലെ ഉണ്ടാവില്ല. ഓപ്പോസിറ്റ് സൈഡ്സ് ഒരുപോലെ കാണില്ല. അതിനെയാണ് നമ്മൾ അസിമെട്രിക് എന്ന് പറയാം. അടുത്തത് ബാക്ക്ലെസ്. ബാക്ക്ലെസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡ്രസ്സിൽ ചിലപ്പം ഗൗണൊക്കെ കാണാം ബാക്ക്ലെസ് ആയിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ എക്സ്പോസിങ് ദ ബാക്ക് സൈഡ് ഓപ്പൺ ആയിരിക്കും. നമ്മൾ ഗൗണില്ലേ, അത് നെക്കിൻ്റെ അതിലെ ബാക്കിൽ കൂടെ പോകുന്നത്, ഷോൾഡർ വഴി പോവും. അപ്പം ബാക്കിൽ ജസ്റ്റ് ഓപ്പൺ ആയിരിക്കും, അവിടെ ഒന്നും കവർ ചെയ്തിട്ടുണ്ടാവില്ല. അതിനാണ് ബാക്ക്ലെസ്, അതായത് എക്സ്പോസിങ് ദി ബാക്ക്. അടുത്തത് ബ്ലീച്ച്ഡ്. ബ്ലീച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ബ്ലീച്ചിങ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കളറൊക്കെ റിമൂവ് ചെയ്യുന്നതിനാണ് ബ്ലീച്ച്ഡ് എന്ന് പറയാം. അപ്പോൾ അല്ല ഒരു ഗാർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫാബ്രിക് ഫ്രം വിച്ച് ഓൾ കളേഴ്സ് ഹാവ് ബീൻ റിമൂവ്ഡിനെയാണ് നമ്മൾ ബ്ലീച്ച്ഡ് എന്ന് പറയാം. അടുത്തതാണ് ബോട്ടം. നമ്മൾ സാധാരണ പറയുന്ന ടോപ്പ് ആൻഡ് ബോട്ടം. ബോട്ടം എന്ന് പറഞ്ഞാൽ എന്താ? വേസ്റ്റിന് താഴെ ഇടുന്ന എല്ലാ ഡ്രസ്സിനും നമ്മൾ ബോട്ടം എന്നാണ് പറയുക. ക്ലോത്ത്സ് വോൺ ബിലോ ദ വേസ്റ്റ്. വേസ്റ്റിന് താഴേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഡ്രസ്സിനും നമ്മൾ ബോട്ടം എന്ന് പറയും. ഓക്കെ. ക്യാമോഫ്ലാജ്. CAMOUFLAGE. ക്യാമോഫ്ലാജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആർമിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബ്രൗൺ ഗ്രീൻ ഒരു പ്രിൻ്റ് ഉള്ളൊരു ഡ്രസ്സ് ഉണ്ട് അല്ലേ, പട്ടാളക്കാരൊക്കെ ഉപയോഗിക്കുന്ന. അവരുടെ ബാഗൊക്കെ കവർ ചെയ്തിട്ട് സാധാരണ അവരുടെ എന്താ പറയുക, അവരുടെ ലഗേജൊക്കെ ഉള്ളതും ഈ ഒരു കവറിങ്ങിലായിരിക്കും. ഈ ഒരു കളറിലുള്ളൊരു പ്രിൻ്റുള്ളൊരു കവർ ചെയ്തിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ പിന്നെ അവരുടെ ഡ്രസ്സ് എന്തുകൊണ്ട് അങ്ങനെ ആ ഒരു കളറിൽ ബ്രൗൺ ഗ്രീനിൽ കാണുന്ന ആർമീസിൻ്റെ പട്ടാളക്കാരുടെ ഡ്രസ്സ് അവരിപ്പം എവിടെയെങ്കിലും ഒളിച്ചിരുന്നൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് കാട് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഒളിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരെ അതായത് പെട്ടെന്ന് അവരെ കാണൂല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടൈപ്പിൽ ഡ്രസ്സ്. അതിനാണ് നമ്മൾ ആ പ്രിൻറ്റിനെയാണ് നമ്മൾ പറയുക ക്യാമോഫ്ലാജ്. ഓക്കെ. കാഷ്വൽ വെയർ. കാഷ്വൽ വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എവരിഡേ ക്ലോത്തിങ്. നമ്മൾ എന്നും ഇടുന്നതിനെയാണ് നമ്മൾ കാഷ്വൽ വെയർ എന്ന് പറയുക. പാർട്ടി വെയറും കാഷ്വൽ വെയറും വ്യത്യാസം അറിയില്ല. പാർട്ടി വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതാണ് പാർട്ടി വെയർ. കാഷ്വൽ വെയർ എന്ന് പറഞ്ഞാൽ ഡെയിലി യൂസ് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ നമ്മൾ കാഷ്വൽ വെയർ എന്നാണ് പറയുക. അടുത്തതാണ് കോസ്റ്റ്യൂം. കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഒരു മൂവി, ഒരു ഫിലിം, അതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ കാണിക്കും പേരുകളൊക്കെ അല്ലേ. അപ്പോൾ അതിലുണ്ടാവുക കോസ്റ്റ്യൂം ഡിസൈനർ എന്നാണ്, ഫാഷൻ ഡിസൈനർ എന്നല്ല ഉണ്ടാവുക. അതെന്തുകൊണ്ടാണ് കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറയുന്നത്? കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തീം അല്ലെങ്കിൽ ഒരു സ്റ്റോറീനെ ബേസ് ചെയ്തിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാം. അതിനെയാണ് നമ്മൾ കോസ്റ്റ്യൂം എന്ന് പറയുക. അപ്പം ഫിലിമിലൊക്കെ അറിയാമല്ലോ, ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി ഉണ്ട് അല്ലേ, അതിൻ്റെ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഫിലിം. എന്തെങ്കിലും ഒരു പഴയ കാലഘട്ടമാണ്, ആ ഒരു കാലഘട്ടം കാണിക്കണം. അപ്പം അന്നേരം എന്താണത്, ഒരു പ്രത്യേക തീമിനനുസരിച്ച് ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ കോസ്റ്റ്യൂം എന്ന് പറയാം. ഡ്രസ്സ് ഒരു തീം അല്ലെങ്കിൽ സ്റ്റോറിക്ക് അനുസരിച്ച്
ഡിസൈൻ ചെയ്യുന്നതിനാണ് കോസ്റ്റ്യൂം എന്ന് പറയാം. ഓക്കെ, അടുത്തത് ഡ്രേപ്പ്. ഡ്രേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ കേർട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയാം അതിൻ്റെ ഡ്രേപ്പ് അങ്ങനെയാണ്. അത് പറഞ്ഞാൽ അത് ഫോളോ ചെയ്ത് കിടക്കുന്നത് എങ്ങനെയാണോ അതിനെയാണ് ഹാങ് ചെയ്ത് കിടക്കുന്നത്. ബോഡിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു, അതായത് ഒരു ഗൗൺ ഇട്ടെന്ന് വിചാരിക്കുക, അപ്പോൾ അതിൻ്റെ ഫോളോ ചെയ്ത് കിടക്കുക, അല്ലെങ്കിൽ അത് ഹാങ് ചെയ്ത് കിടക്കുക, അതിനെയാണ് നമ്മൾ അതിൻ്റെ ഡ്രേപ്പ് എന്ന് പറയാം. ഓക്കെ, എത്നിക് എന്താ? എത്നിക് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരു വേർഡ് തന്നെയാണ് എത്നിക്. എത്നിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണൽ എത്നിക് വെയർ എന്നൊക്കെ കേൾക്കാം, അല്ല എത്നിക് ജ്വല്ലറി, അതായത് പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്ന ചില മോഡലുകൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പിനെ നാറ്റീവ് ഓർ ട്രഡീഷണൽ ആയിട്ടുള്ളതിനെ നമ്മൾ എത്നിക് എന്ന് പറയാം. ഫാഷൻ ഷോയിലും തന്നെ ഉണ്ടാവും, നമ്മൾ ഓരോ റൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ ഫസ്റ്റ് ചിലപ്പം എത്നിക് വെയേഴ്സ്, അതായത് ട്രഡീഷണൽ ടൈപ്പാണ് അതിൽ ഉണ്ടാവുക ഗാർമെൻറ്റ്സ്. അടുത്തത് ജീൻസ്. ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു വർക്ക് ക്ലോത്ത്സ് ആണ്. അതൊരിങ്ങനെ നമ്മളല്ലാതെ പിന്നെ എന്താ പറയുക, ഈ വർക്ക് ചെയ്ത് ഇങ്ങനെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ആൾക്കാർ പണ്ട് ഉപയോഗിക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു ജീൻസ് ടൈപ്പ് വർക്ക് ക്ലോത്ത്സ്. അത് ഡെനിം കൊണ്ടാണ് നമ്മളിപ്പോൾ സാധാരണ കാണുന്ന എങ്ങനെയാണ്, ഡെനിം ക്ലോത്തിലായിരിക്കും ജീൻസ് ഉണ്ടാവുക. അത് പെട്ടെന്നൊന്നും കേടാവില്ല അല്ലേ, അറിയാലോ. എത്ര ഇതായാലും ഒന്നും നമ്മളത് പെട്ടെന്നൊന്നും കേടാവില്ല. സാധാരണ ഒരു ഫാബ്രിക്കിനേക്കാളും ലാസ്റ്റ് ചെയ്യും ജീൻസ്. അടുത്തത് ലിങ്കറി. ലിങ്കറിയൊക്കെ നിങ്ങൾ അറിയുന്ന വേർഡായിരിക്കും. ലിങ്കറി എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റീവ് അണ്ടർവെയേഴ്സ്, വിമൻസിൻ്റെ ഡെക്കറേറ്റീവ് അണ്ടർവെയേഴ്സിനെയാണ് നമ്മൾ ലിങ്കറി എന്ന് പറയുക. ലിങ്കറി ഷോപ്പൊക്കെ അറിയാലോ. അടുത്തത് മെർച്ചൻഡൈസിങ്. മെർച്ചൻഡൈസിങ് നമ്മൾ പഠിച്ചു അല്ലേ, ക്വാളിറ്റി കൺട്രോളിൻ്റെ അവിടെ പഠിച്ചിട്ടുണ്ട് മെർച്ചൻഡൈസിങ് എന്താണെന്ന്. നമ്മളൊരു പ്രൊഡക്റ്റിനെ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡിസൈൻ മുതൽ അത് കസ്റ്റമറിലെത്തി അല്ലെ കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് വരെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, മെർച്ചൻഡൈസിങ്. ആ ഒരു അത്രയും കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഡിസൈൻ ക്രിയേഷൻ മുതൽ കൺസ്യൂമറിലെത്തി അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് വരുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെർച്ചൻഡൈസിങ് എന്ന് പറഞ്ഞൊരു ടേമിലാണ് പറയുക. അത് തന്നെയാണ് കേട്ടോ, മെർച്ചൻഡൈസിങ് സെയിം ടോപ്പിക് അത് തന്നെയാണ്. പിന്നെ പാച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഒരു ഡ്രസ്സിന് മുകളിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റിയെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റ്ലി ആയിട്ടുള്ളതാണെങ്കിൽ ഞാൻ പറയുന്നത്, സാധാരണയാണ് നമ്മളത് അങ്ങനെ ഇങ്ങ് വിടും. കോസ്റ്റ്ലി ആയിട്ട് ഒരു സിൽക്കോ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും ചെയ്ത് പാച്ച് വർക്ക് ചെയ്തിട്ട് അതിനെ കവർ ചെയ്യും. ചെറിയ പാച്ചസ് ഓഫ് ക്ലോത്ത് വെച്ചിട്ട് നമ്മളൊരു ഡിസൈൻ, പുതിയൊരു ഡിസൈനായിട്ട് ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ പാച്ച് വർക്ക് എന്ന് പറയുക. ഒരു ഫോക്ക് ഡിസൈൻ ചെറിയ ചെറിയ പാച്ചസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പാച്ച് വർക്ക് എന്ന് പറയാം. അടുത്തത് റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഐദർ സൈഡ് ഔട്ട്, നമ്മളെ ഗാർമെൻറ്റ് രണ്ട് സൈഡും ഉപയോഗിക്കാൻ പറ്റും. സാരീസൊക്കെ ഇറങ്ങിയിരുന്നു, അതിന് റൈറ്റ് സൈഡ് റോങ് സൈഡും ഇല്ല. അതായത് വൺ സൈഡും നമുക്ക് ഉപയോഗിക്കാം, അത് തിരിച്ച് അതിൻ്റെ റോങ് സൈഡ് എന്ന് പറയുന്നത് അതും നല്ല ഭാഗമായിരിക്കും. അപ്പോൾ അതും നമുക്ക് വേറൊരു കളറിൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പ് ഗാർമെൻറ്റ് ഉണ്ടാവും. അതിനെയാണ് റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. അതായത് വെയറബിൾ വിത്ത് ഐദർ സൈഡ്സ് ഔട്ട്. നമുക്ക് രണ്ട് സൈഡും പുറത്തിട്ടിട്ട്, അതായത് രണ്ട് സൈഡും നമുക്ക് ഗാർമെൻ്റ് ആക്കിയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗാർമെൻറ്റ് സാധാരണയുള്ള എങ്ങനെയാണ്? റൈറ്റ് സൈഡ് ഉണ്ടാവും, റോങ് സൈഡ് ഉണ്ടാവും അല്ലേ. ചീത്ത ഭാഗവും നല്ല ഭാഗവും ഉണ്ടാവും. പക്ഷേ മറ്റേതെന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗവും നമുക്ക് വെയർ ചെയ്യാൻ ഉപയോഗിക്കാം. അടുത്തത് സീംലെസ്. സീം ഇല്ലാത്തത്. സീം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ജോയിനിങ് ഒന്നും ഇല്ലാത്തത്. സാധാരണ നമ്മൾ കാണുന്ന നീറ്റഡ് ഫാബ്രിക്കിലാണ് ജോയിൻസ് ഉണ്ടാവില്ല. സർക്കുലർ നിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഫുള്ള് ഇത് വരും, എന്താ പറയുക, നിറ്റിംഗ് തന്നെയായിരിക്കും, രണ്ട് ജോയിനിങ് ആയിട്ടൊന്നും വരുന്നില്ല. അതിനാണ് സീംലെസ് പറയുക. ഗാർമെൻറ്റ് വിത്തൗട്ട് സീംസ്. നമ്മളിപ്പം സോക്സ് എടുത്ത് നോക്കുകയാണ്, സോക്സിന് സീംസ് ഇല്ല അല്ലേ. എവിടെ ഉണ്ടോ? സ്റ്റിച്ചസ് വരുന്നുണ്ടോ? ഇല്ല. താഴെ നമ്മുടെ ആങ്കിളിൻ്റെ ഒരു പോർഷൻ മാത്രം ചെറിയൊരു ഇത് വരുന്നുണ്ട്. ബാക്കിയൊക്കെ എങ്ങനെയാണ്? സീംലെസ് ആണ്. അടുത്തത് സൊഫസ്റ്റിക്കേറ്റഡ് എന്നുള്ള മീനിങ് എന്താ? സ്റ്റൈലിഷ്.
നെക്സ്റ്റ് സ്ട്രാപ്ലെസ്, സ്ട്രാപ്പ് ഇല്ലാത്തത്. അങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മളെ ഗാർമെൻറ്റ് ഇപ്പോൾ സ്ട്രാപ്പ് ഇല്ലാത്ത ടൈപ്പാണ്. അതിനെന്താണ് പ്രത്യേകത? ഷോൾഡറൊക്കെ നന്നായിട്ട് ഓപ്പണായിട്ട് കിടക്കുന്നതായിരിക്കും, ബെയർ ഷോൾഡർ ആയിരിക്കും, അവിടെയൊന്നും കവർ ചെയ്തിട്ടുണ്ടാവില്ല ഷോൾഡർ. അങ്ങനത്തെ തന്നെയാണ് നമ്മൾ സ്ട്രാപ്ലെസ് എന്ന് പറയാം. അടുത്തത് ടെയിലേർഡ്. ടെയിലേർഡ് എന്ന് പറഞ്ഞാൽ ഫിറ്റഡ് ഗാർമെൻറ്റ്സ്, നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഫിറ്റഡ് ഗാർമെൻറ്റ്സിനെയാണ് ടെയിലേർഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കുന്നത്, അതാണ് ടെയിലേർഡ്. ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാബ്രിക്കിൻ്റെ ലുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫീൽ, അതിൻ്റെ ക്യാരക്ടറാണ് അല്ലേ ഒരു ഫാബ്രിക്കിൻ്റെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടെക്സ്ചർ. വൺ വേർഡിൽ ചോദിക്കും കേട്ടോ, ടെക്സ്ചറൊക്കെ ഇമ്പോർട്ടൻ്റാണ്. അടുത്തത് ട്രാൻസെക്ഷ്വൽ ഫാഷൻ, അതായത് രണ്ട് യൂണിസെക്സ് ഗാർമെൻറ്റ്സ്. ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും യൂസ് ചെയ്യും, അതായത് മെന്നും യൂസ് ചെയ്യും വിമനും യൂസ് ചെയ്യും. ആൻഡ് യൂണിസെക്ഷൽ ഗാർമെൻറ്റും ബോത്ത് സെക്സ് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ട്രാൻസെക്ഷ്വൽ ഫാഷൻ. എക്സാമ്പിളാണ് ജീൻസ്. അടുത്തത് വോഗ് എന്ന് പറഞ്ഞാൽ ഒരു മീനിങ് ഫാഷനബിൾ ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ വോഗ് എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ നമ്മളെ വാർഡ്രോബ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ് വാർഡ്രോബ്, പ്ലാനിങ് ഒക്കെ പഠിച്ചു അല്ലേ. വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ അതാ ഡ്രസ്സിൻ്റെ ക്യാബിനറ്റ്, അതായത് നിങ്ങൾ ഡ്രസ്സ് വെക്കുന്ന ആ ഷെൽഫ് അല്ലെ അൽമാരയാണ് എന്ത്, വാർഡ്രോബ് എന്ന് പറയുന്നത്. അത് ഫാഷൻ ടെർമിനോളജിയിൽ വരുമ്പോൾ വാർഡ്രോബ് എന്നാണ് പറയുക. നമ്മുടെ ക്ലോത്ത് സ്റ്റോർ ചെയ്യുന്ന ക്യാബിനറ്റിനെയാണ് നമ്മൾ വാർഡ്രോബ് എന്ന് പറയാം. അപ്പം ഇത്രയും ടെർമിനോളജി മാത്രമല്ല, ഒരുപാട് ടേംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആണ് ഞാനിപ്പം നിങ്ങൾക്കിപ്പോൾ ഇതിൽ കുറേ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.